കാസൂൺ താഴ്വരയിലെ ജലം പൊടുന്നനെ നിശ്ചലമായി. മേഘാവൃതമായ നീലാകാശം ധൃതിപ്പെട്ട് ചുവപ്പണിഞ്ഞു. പ്രണയിതാക്കൾക്കുള്ള ദൂതുമായി നഗരത്തിൽ നിന്നെത്തിയ മാരുതൻ ഗ്രാമകവാടം കടക്കാൻ മടിച്ച് പുറത്തു തന്നെ നിന്നു. പാല് കിട്ടാതെ കുഞ്ഞുങ്ങൾ കരഞ്ഞില്ല. നേരം വൈകിയിട്ടും ചീവീടുകൾക്ക് നിശബ്ദത വെടിയാനായില്ല. ഗ്രാമത്തിലുള്ളവർ ഭയപ്പെട്ട് ഹീവോദേവന്റെ പേര് ചൊല്ലി ഉറക്കെ പ്രാർത്ഥിച്ചു. രാത്രി പകലാക്കിയുള്ള മിന്നൽ വെളിച്ചത്തിൽ ഹീവോദേവൻ മലമുകളിലെ ആകാശത്തിൽ പ്രത്യക്ഷനായി. മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും വരെ ആശ്വാസത്തിൽ കൈകൂപ്പി. അല്ലയോ ഈ ഉള്ളവരുടെ രക്ഷക, കാസോൺ ഗ്രാമം ആശങ്കയിലായിരിക്കുന്നു. ഹീവോയുടെ പുസ്തകത്തിലെ ഭൂമിയും പ്രപഞ്ചവും യുദ്ധവും എന്ന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ ഇന്ന് നേരിട്ട് കണ്ട് അടിയങ്ങൾ സമാനതകളില്ലാത്ത ഭയപ്പാടിലാണ്. ദയവ് ചെയ്തത് പരീക്ഷണമാണെന്നും കാസോൺ ഗ്രാമത്തിന്റെ അന്ത്യത്തിന്റെ സൂചനയല്ലെന്നും അരുളി ചെയ്താലും. ഹീവോദേവൻ മൗനം വെടിയാതെ നിന്നു. മനുഷ്യരുടെ കൂട്ടത്തിലെ ഹീവോയുടെ പുസ്തകം അവസാന അധ്യായവും വായിച്ച ഏക വ്യക്തി അസാത്തോർ തന്നെ നെറ്റി ചുളിച്ചു. തനിക്ക് മുകളിൽ തിളങ്ങി നിൽക്കുന്ന പൊട്ടുപോലുള്ള പൂർണ്ണചന്ദ്രനെ നോക്കി അയാൾ സ്വയം പറഞ്ഞു, പൗർണമി. ഇത് ഹീവോദേവനല്ല, അവൻ വന്നു കഴിഞ്ഞു. നാം എല്ലാവരും യാത്രയാകാൻ പോകുന്നു. മലമുകളിലെ രൂപം പെട്ടെന്നൊരു ഭീമൻ വെളിച്ചമായി.